ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മുടെ ഇന്ന് ഏറ്റവും പുതുതായിട്ട് പുറത്തിറങ്ങിയ ചിത്രം ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത നുണക്കുഴി. ബേസിൽ ജോസഫാണ് ചിത്രത്തിലെ പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ബേസിലിനെ കൂടാതെ ഗ്രേസ് ആൻ്റണി, സ്വാസിക, മനോജ് കെ ജയൻ, സിദ്ദിഖ്, അങ്ങനെ ഒരു മുഴുനീളം താരനിരകൾ. നിഖില വിമലാണ് ഈ ചിത്രത്തിൽ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. സൈജു കുറുപ്പ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രങ്ങളിൽ തികച്ചും വ്യത്യസ്തമായ ഒരു ചിത്രം തന്നെയാണ് നുണക്കുഴി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-6 വ്യക്തികളുടെ ജീവിതം അത് കണക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ക്ലൈമാക്സിലാണ് ഈ സിനിമയുടെ ഒരു ശരിക്കും പോക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ആ സിനിമയുടെ ഒരു വരവ്, അല്ലെങ്കിൽ അത് എങ്ങനെ എത്തിച്ചേരുന്നു, ഈ 5-6 പേരുടെ ജീവിതം എങ്ങനെ കണക്റ്റഡ് ആവുന്നു എന്ന് പറയുന്നൊരു കൺസെപ്റ്റിലേക്ക് സിനിമ വരുന്നത്. ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തികച്ചും നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന രീതിയിൽ ഒരു സെക്കൻഡ് പോലും ഒട്ടും ലാഗില്ലാതെ ഇപ്പം പടം തുടങ്ങി ഒരു ഇത് വന്നു, നമുക്കൊന്ന് സ്ക്രീനിൽ നിന്നും ഒട്ടും വെളിയിലേക്ക് പോലും നമ്മൾ നോക്കാൻ പോലും നമുക്ക് പറ്റാത്ത രീതിയിൽ ഇങ്ങനെ സിനിമ കൊണ്ടുപോയി. അത് ജിത്തു ജോസഫിൻ്റെ ഒരു മാജിക് തന്നെയാണ്. കാരണം അദ്ദേഹം ഈ ഒരു സീനിൽ നിന്ന് മറ്റൊരു സീനിലേക്ക് പോകുന്നൊരു രീതി എപ്പോഴും നമ്മൾ അദ്ദേഹത്തിൻ്റെ സിനിമയുടെ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലുള്ള ഒരു ഇതാണ്. സതീഷ് കുറുപ്പാണ് ഈ സിനിമയുടെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള വിഷ്വൽസാണ്. പിന്നെ ബേസിൽ ജോസഫിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരുപാട് കുടുംബ പ്രേക്ഷകർ അദ്ദേഹത്തിൻ്റെ സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ശരിക്കും നന്നായിട്ട് പെർഫോം ചെയ്ത്, അല്ലെങ്കിൽ നല്ല എന്താ പറയുക, പണ്ട് നമ്മൾ ഒരു കാലഘട്ടത്തിൽ ദിലീപേട്ടനെയൊക്കെ കണ്ട് അദ്ദേഹത്തിൻ്റെയൊക്കെ സിനിമകൾ രസിച്ചിരുന്ന ഒരു പറ്റം പ്രേക്ഷകരുണ്ട്. അപ്പം അതുപോലത്തെ അദ്ദേഹത്തിൻ്റെ യങ് ഏജ് കാലഘട്ടമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ വീണ്ടും ഈ അതേപോലത്തെ ഒരു മാനറിസം, അല്ലെങ്കിൽ അതേപോലത്തെ ഒരു ടൈപ്പ്, അതേപോലുള്ളൊരു ക്യാരക്ടേഴ്സ്, അന്ന് ദിലീപേട്ടൻ ചെയ്ത പോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഇപ്പോൾ ഒരു ഫാമിലി മാൻ, ഒരു പെറ്റായിട്ട് എല്ലാവർക്കും തോന്നുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ശരിക്കും ഈ സിനിമയിൽ ബേസിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ. വളരെ മനോഹരമായ തീരെ ഉത്തരവാദിത്തമില്ലാത്ത ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മ വേഷം ചെയ്തിരിക്കുന്നത് ലെനയാണ്. ലെന കുറച്ച് ഭാഗമുണ്ടെങ്കിലും നന്നായിട്ടുണ്ട്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് നടൻ സിദ്ദിഖാണ്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഓരോ ദിവസം കഴിയുന്തോറും നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലത്തെ ഒരു എക്സ്പീരിയൻസാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം മറന്ന് ചിരിക്കാം, അങ്ങനെ എല്ലാം മറന്ന് നമുക്ക് കുറച്ചു നേരം ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ കാണാം. അങ്ങനെ ഒരു മൂഡോടുകൂടി തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ് നുണക്കുഴി. കാരണം നമ്മളിപ്പോൾ രായൻ പോലുള്ള സിനിമകൾ കണ്ട്, പിന്നെ കിൽ എന്ന് പറയുന്ന ഹിന്ദി പടം, അങ്ങനെയുള്ള സിനിമകളെല്ലാം നമ്മൾ കണ്ടിട്ട് ആ ഒരു എന്താ പറയുക, നമ്മൾ ശരിക്കും ഹൊറർ അല്ലെങ്കിൽ ഒരു വയലൻസ് മൂവി, അപ്പോൾ അങ്ങനത്തെ വയലൻസ് മൂവി കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് പെട്ടെന്നൊരു നമ്മുടെ ഒരു റിലാക്സേഷൻ, നമുക്കൊരു മനസ്സിലൊരു സന്തോഷം നിറയ്ക്കുന്നൊരു സീക്വൻസ്, ഇതൊക്കെ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും തീർച്ചയായിട്ടും നുണക്കുഴി എന്ന് പറയുന്ന സിനിമ സെലക്ട് ചെയ്യാം. ഇപ്പം ഫാമിലി പ്രേക്ഷകരെല്ലാവരും തന്നെ സിനിമ ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയിട്ട് സിനിമ കാണുക. സിനിമ കണ്ടതിന് ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് ചെയ്യാം. അപ്പം നമുക്ക്